വെൽക്കം ബാക്ക് ടു ടോക്ക് ടു ഫാർമസിസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ ഓൾവേസ് വന്നു കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും തണുത്തൊരു ഡ്രിങ്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നോർമൽ നാരങ്ങ വെള്ളമാണ്, നല്ല ഐസൊക്കെ ഇട്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്, നമ്മുടെ ഗോണ്ട് കത്തീര. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ കൂളിംഗ് ഏജൻ്റ് ആണ്. ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അറിയാം എന്ത് ചൂടാണ് ഇവിടെ എന്നുള്ളത്. ഒന്ന് കൂൾ ഡൗൺ ആവാൻ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗോണ്ട് കത്തീര എടുക്കുന്നത് കൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിക്കവറീസിനൊക്കെ അവർക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ ആയുർവേദിക് സൗത്തും മെഡിറ്ററേനിയൻ ഗൾഫ് കൺട്രീസിലൊക്കെ ഇത് മെഡിസിനൽ വാല്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 2 or 3 ഗോണ്ട് കത്തീരയുടെ ക്യൂബ്സ് മതി നമുക്ക് ഒരു ബൗൾ ഫുൾ ഓഫ് ഗോണ്ട് കത്തീര നമുക്ക് കിട്ടാനായിട്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ജെല്ലി ഫോമാറ്റാണ്. നിങ്ങൾക്കിത് കാണാവോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇരിക്കണേ, പക്ഷെ ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാന്ന്. സോ ഇതാണ് ഗോണ്ട് കത്തീര എന്ന് പറയണത്. അപ്പം ഗോണ്ട് കത്തീര ഓർഡർലെസ് ആണ്, ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു ക്രിസ്റ്റൽ ഫോമാറ്റിലാണ് ഇതിരിക്കുന്നത്, കണ്ടോ. അപ്പം ഇത് ഒരു 3 or 4 ഇത്രയും ഞാൻ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ഈ 4 പീസസ് ആണ് ഇത്രയും നമുക്കിങ്ങനെ ജെല്ലി ഫോമിൽ ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 1 to 2 hours, 2 hours പോരാ ആക്ച്വലി, ഒരു ഓവർനൈറ്റ് തന്നെ നല്ലത്. ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെക്കുക, എന്നിട്ട് ഇത് നമുക്ക് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതിന് ബെനിഫിറ്റ് ഉള്ള പോലെ ഇതിനൊരു സൈഡ് എഫക്ട്സും കാണുമല്ലോ. മോഡറേറ്റ് എമൗണ്ടിൽ എടുക്കുവാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോട്ടിങ് ഉണ്ടാവാനുള്ള ഇഷ്യൂ ഉണ്ട്. പിന്നെ വെയിറ്റ് ലോസ് ജേർണി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു എമൗണ്ടിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിനിന് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇത് നന്നായിട്ട് അത് സോളൻ ആയി കഴിഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ചോക്കിങ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇറ്റ്സ് വെരി ഹാർഡ്, കല്ല് പോലെ ഇരിക്കണം. പിന്നെ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അലർജിക്കാണ്, പക്ഷെ ഇത് ഭയങ്കര റെയറാണ്. അപ്പം നിങ്ങളൊരു ചെറിയൊരു എമൗണ്ടിൽ കൺസ്യൂം ചെയ്ത് നോക്കുക, അത് കഴിഞ്ഞിട്ട് മാത്രം. അപ്പം അത്രയേ ഉള്ളൂ. എൻജോയ് യുവർ ഡ്രിങ്ക് വിത്ത് ഗോണ്ട് കത്തീര. ഓക്കെ, ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. ഡു ട്രൈ ഇറ്റ് ഔട്ട്. ടോക്ക് ടു യുവർ ഫാർമസിസ്റ്റ്. എൻജോയ് യുവർ ഡ്രിങ്ക്.